നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPIM ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാൻ ഇല്ലെങ്കിൽ ED അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും MT രമേശ്. കാസർഗോഡ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് കാർ മോഷ്ടിച്ച കേസിൽ ഉടമയുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ റിമാൻഡിൽ. പ്രതികൾ പിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ. കാഞ്ഞങ്ങാട് കൂളിയങ്കാൽ കവ്വായിൽ UDF കുടുംബ പ്രചരണ സദസ്സ് നടന്നു. തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനരോഷം പ്രതിഫലിക്കുമെന്ന് ധന്യ സുരേഷ്. മധൂരിൽ 50 യുവാക്കൾ CPIM-ൽ ചേർന്നു. ഒളയത്തടുക്കയിൽ നടന്ന LDF മധൂർ പഞ്ചായത്ത് റാലിയിൽ ഇവരെ ഷോളണിയിച്ച് സ്വീകരിച്ചു. പാർലമെന്റിന് തൃക്കരിപ്പൂർ IIT-യിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ബാലസഭയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് ജില്ലാ പാർലമെന്റ് നടക്കുന്നത്. UDF പ്രചരണത്തിനായി തെരഞ്ഞെടുപ്പ് ഗാനം ആലപിച്ച് ശ്രദ്ധേയയായി സ്ഥാനാർത്ഥി. ഉപ്പള ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഫാത്തിമ സുഹറയാണ് ഈ വൈറൽ സ്ഥാനാർത്ഥി. ടാർവേപ്പയിൽ കുടുങ്ങി മരണത്തോട് മല്ലിടുകയായിരുന്ന പട്ടിക്കുട്ടികൾക്ക് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. മാവിക്കട്ട റോഡിലെ ചൂരിപ്പള്ളിയിലായിരുന്നു സംഭവം. വാർത്തകൾ വിശദമായി. CPM ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. CPIM-ന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്കിലെ ധനകാര്യ നഷ്ടം നികത്താനുള്ളതല്ല ക്ഷേത്ര സമ്പത്ത്. സ്വർണ്ണക്കൊള്ള കേസിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും മറച്ചുവയ്ക്കാൻ ഇല്ലെങ്കിൽ ED അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. കാസർഗോഡ് പ്രസ് ക്ലബിന്റെ തദ്ദേശകം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ക്ഷേത്രത്തിന്റെ സ്വത്ത് CPM-ന് ഉപയോഗിക്കാനുള്ളതല്ല, CPM-ന്റെ ബാങ്കുകൾ സംരക്ഷിക്കാനുള്ളതല്ല. CPM-ന്റെ സഹകരണ ബാങ്കുകൾ, CPM നിയന്ത്രിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ധനകാര്യ നഷ്ടം നികത്താനുള്ളതല്ല കേരളത്തിലെ ക്ഷേത്ര സ്വത്ത്, ക്ഷേത്രത്തിന്റെ പണം, വിശ്വാസികളുടെ പണം. ഇതാണ് ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ എത്രയോ കാലമായി ഇത് പറയുന്നതാണ്. കേരളത്തിലെ ക്ഷേത്രത്തിന്റെ സ്വത്ത് CPM-ന്റെ ബാങ്കുകളാണ് നിക്ഷേപിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പണമുള്ളത് കേരള ബാങ്കിലാണ്. തിരുനെല്ലി ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പണം പ്രാദേശിക സഹകരണ ബാങ്ക് നിക്ഷേപിക്കുകയാണ്. ഇപ്പൊ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ ഭരണസമിതി കോടതിയിൽ പോകാനുള്ള കാരണം അവർ അവിടുത്തെ പ്രാദേശിക ബാങ്കിൽ പണം നിക്ഷേപിച്ചു, CPM-ന്റെ ബാങ്കിൽ പണം നിക്ഷേപിച്ചു. തിരിച്ചു ചോദിച്ചപ്പോൾ ബാങ്ക് കൊടുക്കുന്നില്ല. അങ്ങനെയാണ് അവർ ബാങ്കിൽ പോയി ഹൈക്കോടതി തിരുനെല്ലി ക്ഷേത്രത്തിന് അനുകൂലമായി വിധി പറഞ്ഞു. എന്നിട്ടും പണം കൊടുക്കുന്നില്ല. അതിൽ തുടർന്നാണ് വീണ്ടും അവർ കോടതിയിൽ പോയത്. ആ കേസാണ് ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞത്. CPM-ന്റെ ബാങ്കുകളുടെ സാമ്പത്തിക നഷ്ടം മറികടക്കാൻ ഈ ക്ഷേത്രത്തിന്റെ പണം ഉപയോഗിക്കരുത്. ഇത് ഉപയോഗിക്കുന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ കേരളത്തിലെ ക്ഷേത്ര സ്വത്തുക്കൾ CPM കൊള്ളയടിക്കുകയാണ് എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്ന് ഇന്നലെ സുപ്രീം കോടതിയുടെ പരാമർശത്തിലൂടെ ബോധ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ്. കാസർഗോഡ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാർ മോഷ്ടിച്ച കേസിൽ ഉടമയുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ റിമാൻഡിൽ. മധൂർ ഉളിയത്തടുക്ക ഇസത്ത് നഗറിലെ മുഹമ്മദ് മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നിന്ന് ഡിസംബർ 1-നാണ് പ്രതികൾ കാർ കവർന്നത്. പോലീസ് നടത്തിയ അതിവിദഗ്ധമായ അന്വേഷണത്തിലും തന്ത്രപരമായ നീക്കത്തിലുമാണ് 3 പ്രതികളും പിടിയിലായത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട 11 ലക്ഷം രൂപ വില വരുന്ന കാർ മോഷ്ടിച്ച കേസിൽ കാർ ഉടമയുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 യുവാക്കൾ റിമാൻഡിൽ. മേൽപ്പറമ്പ് സ്വദേശി കളനാട് വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന റംസാൻ സുൽത്താൻ ബഷീർ, തളങ്കര തെരുവത്ത് സ്വദേശി മേൽപ്പറമ്പിലെ വാടക ക്വാർട്ടേഴ്സിലെ നാച്ചു എന്ന TH ഹാംനാസ്, പാലക്കാട് മണ്ണാർക്കാട് തെങ്കര സ്വദേശി P അസറുദ്ദീൻ എന്നിവരാണ് റിമാൻഡിലായത്. മധൂർ ഉളിയത്തടുക്ക ഇസത്ത് നഗറിലെ മുഹമ്മദ് മുസ്തഫയുടെ വീട്ടുമുറ്റത്ത് നിന്നും ഡിസംബർ 1-നാണ് കാർ കവർന്നത്. മുഹമ്മദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. കാറിലുണ്ടായിരുന്ന 32,000 രൂപയും മോഷ്ടിച്ചു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഗളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കാർ ഓടിച്ചു പോകുന്നതായി കണ്ടെത്തിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി വിജയഭരത് റെഡ്ഡി വിവരം കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ അഗളി പോലീസ് വാഹനം മേട്ടുപ്പാളയത്ത് നിന്നും പിടികൂടി. 3-ാം പ്രതി മണ്ണാർക്കാട് തെങ്കര സ്വദേശി അസറുദ്ദീനെ വാഹനം ഉൾപ്പെടെയാണ് പിടിച്ചത്.
തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് പതിച്ച നിലയിലായിരുന്നു കാർ. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിദ്യാനഗർ പോലീസ് മറ്റ് 2 പേരെയും പിടികൂടിയത്. കാർ ഉടമ മുഹമ്മദിന്റെ ഡ്രൈവറായിരുന്ന റംസാൻ സുൽത്താൻ ബഷീർ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് കാറിന്റെ താക്കോൽ കൈക്കലാക്കിയത്. സാമ്യമുള്ള താക്കോൽ അവിടെ വെച്ച ശേഷമായിരുന്നു ഇത്. തുടർന്ന് ഹാംനാസിന്റെ സഹായത്തോടെ കാർ മോഷ്ടിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് 1.80 ലക്ഷം രൂപയ്ക്കാണ് കാർ അസറുദ്ദീന് വിറ്റത്. കിട്ടിയ തുകയിൽ നിന്നും 1.40 ലക്ഷം രൂപ ഹാംനാസ് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ നിന്നും വാഹനത്തിന്റെ ഒറിജിനൽ നമ്പർ പ്ലേറ്റ് പെരുമ്പള കുഞ്ഞടുക്കത്തെ കുറ്റിക്കാട്ടിൽ നിന്നും പോലീസ് കണ്ടെത്തി. വിദ്യാനഗർ ഇൻസ്പെക്ടർ KP ഷൈൻ, വിദ്യാനഗർ SI AN സുരേഷ് കുമാർ, ജൂനിയർ SI KP സഫ്വാൻ, ASIമാരായ K പ്രദീപ് കുമാർ, TV നാരായണൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ T ഹരീഷ്, ഷീന, പ്രമോദ്, രേഷ്മ, ഉണ്ണികൃഷ്ണൻ, ഉഷസ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുടുംബ ബജറ്റുകൾ താറുമാറാക്കുകയും ജനജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെയും ദുർഭരണത്തിനെതിരെയുമുള്ള ജനരോഷം പ്രതിഫലിക്കുന്നതായിരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് DCC ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ്. കാഞ്ഞങ്ങാട് കൂളിയങ്കാൽ കവ്വായിൽ നടന്ന UDF കുടുംബ പ്രചരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കുടുംബ ബജറ്റുകൾ താറുമാറാക്കുകയും ജനജീവിതം ദുരിതപൂർണമാക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കൊടും കാര്യസ്ഥതയ്ക്കെതിരെയും ദുർഭരണത്തിനുമെതിരെയുള്ള ജനരോഷം പ്രതിഫലിക്കുന്നതായിരിക്കും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് DCC ജനറൽ സെക്രട്ടറി ധന്യ സുരേഷ്. കാഞ്ഞങ്ങാട് കൂളിയങ്കാൽ കവ്വായിൽ നടന്ന UDF കുടുംബ പ്രചരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഇതൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും തമ്മിലുള്ള വ്യത്യാസം. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് നമുക്കിവിടെ ഉണ്ടാവുന്ന സമയത്ത് ആ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും ക്ഷേമ പെൻഷൻ നൽകിയിരുന്നു. ആ മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചിരുന്നു. ജനസമ്പർക്ക പരിപാടി നടത്തിയിരുന്നു. കാസർഗോഡ് കളക്ട്രേറ്റിൽ വന്ന് ആ ജനസമ്പർക്ക പരിപാടി നടത്തുന്ന സമയത്ത് ഇവിടെയുള്ള ആർക്ക് വേണമെങ്കിലും ഒറ്റക്ക് പോയി അദ്ദേഹത്തിനെ കണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ആ സമയത്തിനകത്ത് തന്നെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് അതിന് തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് അതിന് സഹായം നൽകിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഈ കേരളത്തിന്. എന്നാൽ ഇന്ന് പിണറായി വിജയൻ നവകേരള സദസ്സ് എന്നും പറഞ്ഞ് അവിടെ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് എത്രമാത്രം ആർഭാടത്തോടുകൂടിയാണ് വന്നത്. ആ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ സാധാരണ ഒരു ട്രെയിനിൽ സ്ലീപ്പർ AC കിട്ടിയില്ലെങ്കിൽ സ്ലീപ്പറിലും കൂടി വന്നിട്ടുണ്ടല്ലേ സ്നാർച്ച, അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അതും നമ്മുടെ കൺമുന്നിൽ കണ്ടതാണ്. വനിതാ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് TK സുമയ്യ അധ്യക്ഷം വഹിച്ചു. KPCC സെക്രട്ടറി M അസിനാർ, T അബൂബക്കർ ഹാജി, പ്രവീൺ തോയമ്മൽ, ഷിബിൻ ഉപ്പിലക്കൈ, സിജോ അമ്പാട്ട്, അസീസ് ആറങ്ങാടി, മുത്തലീബ് കൂളിയങ്കാൽ, T മുഹമ്മദ് കുഞ്ഞി, T ഖാദർ ഹാജി, സഫീർ ആറങ്ങാടി, ഇർഷാദ് ആവിയിൽ, K ഹമീദ് കൂളിയങ്കാൽ എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ഉപ്പളയിൽ വനിതാ BLOയെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും അവരുടെ ഔദ്യോഗിക മൊബൈൽ ഫോണിലെ SIR വിവരങ്ങൾ പകർത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചതായുമുള്ള പരാതിയിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മംഗൽപാടി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ BJP പ്രവർത്തകനായ ES അമിത്തിനെയാണ് മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബേക്കൂർ കണ്ണാടിപ്പാറ സ്വദേശിനിയായ BLOയായി സേവനം ചെയ്യുന്ന A സുഭാഷിണിയാണ് തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും തൻ്റെ ഔദ്യോഗിക മൊബൈൽ ഫോണിലെ SIR വിവരങ്ങൾ പകർത്തി വാട്സാപ്പ് ഗ്രൂപ്പിൽ പ്രചരിപ്പിച്ചതുമായുള്ള പരാതി നൽകിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിയോടെ ഉപ്പള ബസ് സ്റ്റാൻഡിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവമെന്ന് പരാതിയിൽ പറയുന്നു. SIR ഡാറ്റ ശേഖരണം പൂർത്തിയാക്കി മടങ്ങുന്നതിനിടെ അമിത് തന്നെ വഴി തടഞ്ഞുവെന്നാണ് പരാതി. തുടർന്ന് അമിത് ഭീഷണിപ്പെടുത്തുകയും തൻ്റെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആവശ്യപ്പെടുകയും ചെയ്തു. ഫോൺ കൈപ്പറ്റിയ ശേഷം SIR വിവരങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക ആപ്പ് തുറക്കുവാൻ നിർബന്ധിക്കുകയും അതിലെ വിവരങ്ങൾ പ്രതിയുടെ ഫോണിലേക്ക് പകർത്തി വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയും ചെയ്തതായാണ് പരാതിക്കാരി പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉദ്യോഗസ്ഥയുടെ കൃത്യനിർവഹണത്തിൽ തടസ്സം സൃഷ്ടിച്ചതിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് മഞ്ചേശ്വരം പോലീസ് കേസെടുത്തത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം ഉപ്പളയിൽ BJP പ്രവർത്തകൻ അമിത് BLOയെ ഭീഷണിപ്പെടുത്തി വിവരങ്ങൾ ചോർത്തിയെന്ന പരാതി വ്യാജമാണെന്ന് BJP മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ആരോപിച്ചു. പരാതിക്കാരിയായ സുഭാഷിണി സജീവ LDF പ്രവർത്തകയാണെന്നും രാഷ്ട്രീയ വിരോധം കൊണ്ട് കെട്ടിച്ചമച്ച പരാതിയാണിതെന്നുമാണ് BJPയുടെ ആരോപണം.
ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ടാർവീപ്പയിൽ കുടുങ്ങി മരണത്തോട് മല്ലിടുകയായിരുന്ന പട്ടിക്കുട്ടികൾക്ക് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. മാവിക്കട്ട റോഡിലെ ചൂരിപ്പള്ളിയിലായിരുന്നു സംഭവം. റോഡരികിൽ നിന്നും പട്ടിക്കുട്ടികളുടെ കരച്ചിൽ കേട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ഈ ദാരുണ ദൃശ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തുകയും വീപ്പ വെട്ടിപ്പൊളിച്ച് പട്ടിക്കുട്ടികളെ പുറത്തെടുക്കുകയുമായിരുന്നു. മാവിനകട്ട റോഡിലെ ചൂരിപ്പള്ളയിൽ റോഡരികിൽ ഉപേക്ഷിച്ചിരുന്ന ടാർവീപ്പയിൽ കുടുങ്ങി ജീവന് വേണ്ടി പിടഞ്ഞ പട്ടിക്കുട്ടികളുടെ ജീവന് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. റോഡരികിൽ പട്ടിക്കുട്ടികൾ നിരന്തരം കരയുന്നത് കേട്ടതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ടാർവീപ്പയിൽ കുടുങ്ങി ജീവന് വേണ്ടി മല്ലിടുകയായിരുന്ന പട്ടിക്കുട്ടികളെ കണ്ടത്. പ്രദേശവാസിയായ രാജേഷ് ലോബയാണ് ആദ്യം സ്ഥലത്തെത്തിയത്. കടുത്ത വെയിലിൽ ഉരുകിയ ടാറിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുവാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പട്ടിക്കുട്ടികളെ അദ്ദേഹം കണ്ടത്. സ്വയം രക്ഷിക്കുവാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ രാജേഷ് ലോബെ ഉടൻ തന്നെ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ബി സുഗുവിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി. ടാറിനുള്ളിൽ കുടുങ്ങിയ പട്ടിക്കുട്ടികളെ പുറത്തെടുക്കുവാൻ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. മണ്ണെണ്ണയും ഡീസലും ഉപയോഗിച്ച് ടാർ നേർപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. തുടർന്ന് വീപ്പ വെട്ടിപ്പൊളിച്ച് പട്ടിക്കുട്ടികളെ ഓരോന്നായി ശ്രദ്ധയോടെ പുറത്തേക്കെടുത്തു. പട്ടിക്കുട്ടികളുടെ ശരീരത്തിൽ പറ്റിയിരുന്ന ടാർ പൂർണ്ണമായി നീക്കം ചെയ്ത ശേഷമാണ് അവരെ സുരക്ഷിതമായി സ്വതന്ത്രരാക്കിയത്. ജീവൻ രക്ഷാ ദൗത്യത്തിൽ രാജേഷ് പാവൂർ, ഷൈജു, ഹോംഗാർഡ് രാജു എന്നിവരും റെസ്ക്യൂ സംഘത്തിലുണ്ടായിരുന്നു. അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടലിൽ പട്ടിക്കുട്ടികൾക്ക് പുതുജീവൻ ലഭിച്ചതോടെ ഫയർഫോഴ്സിന് അഭിനന്ദനവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മധൂർ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച 50 യുവാക്കൾ CPIM-ൽ ചേർന്നു. ഒളയത്തടുക്കയിൽ നടന്ന LDF മധൂർ പഞ്ചായത്ത് റാലിയിൽ CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഇവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് അനുഭാവം പ്രകടിപ്പിച്ചാണ് മധൂർ പഞ്ചായത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച 50 യുവാക്കൾ പാർട്ടിയിൽ ചേർന്നതെന്ന് CPIM നേതാക്കൾ പറഞ്ഞു. ഉളിയത്തടുക്ക ഇസത്ത് നഗർ സ്വദേശികളായ കബീർ, ഹനീഫ, സാബിദ്, ബാദിഷ്, ന്യൂഫൈസ്, സിനാൻ, അഷ്റഫ്, മസർ, മുഷ്താഖ് അഹമ്മദ്, റഹ്മാൻ, നവാസ്, സവാദ്, ആഷിദ്, സിനാൻ, ഷാനിസ്, കലന്തർ, സഫ്വാൻ, സവാദ്, ബിലാൽ തുടങ്ങി 50ഓളം പേരാണ് കഴിഞ്ഞകാല രാഷ്ട്രീയം ഉപേക്ഷിച്ച് CPIM-മായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചതെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഉളിയത്തടുക്കയിൽ നടന്ന LDF മധൂർ പഞ്ചായത്ത് റാലിയിൽ CPIM ജില്ലാ സെക്രട്ടറി M രാജഗോപാലൻ MLA ഇവരെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. SIR-ലേക്ക് കൂടി പ്രവേശിച്ചപ്പോൾ മതന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭാവി തന്നെ ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പൊ വളരെ അപകടകരമായ അസഹിഷ്ണുതയുടെ, അസംതൃപ്തിയുടെ തലങ്ങളിലൂടെയാണ് നാട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അസഹിഷ്ണുത വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്, ജനങ്ങളിൽ വിഭാഗീയത വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെല്ലാം പ്രതിരോധിക്കണമെങ്കിൽ ജാതിമത ശക്തികളുടെ ദുഷ്ടലാക്കിനെതിരെ, മതവർഗീയതക്കെതിരെ, മതരാഷ്ട്രവാദത്തിനെതിരെ, വർഗീയ ഫാസിസത്തിനെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ജനങ്ങളെ അണിനിരത്താൻ കഴിയുന്ന ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ രാഷ്ട്രീയ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ. LDF മധൂർ പഞ്ചായത്ത് റാലിയിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. റാലി CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു.
കിഷോർ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി TMA കരീം, ജില്ലാ പഞ്ചായത്ത് സിവിൽ സ്റ്റേഷൻ ഡിവിഷൻ LDF സ്ഥാനാർത്ഥി ഷാഫി സന്തോഷ് നഗർ, ബിജു ഉണ്ണിത്താൻ, അസീസ് കടപ്പുറം, ഭുജംഗശെട്ടി എന്നിവർ സംസാരിച്ചു. MK രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. LDF മധൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും നടന്നു. പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ശബ്ദമുഖരിതമായ ലോക്സഭാ നടപടികൾ സ്പീക്കർ ക്ഷമയോടെ നിയന്ത്രിക്കുന്നതും ചോദ്യവേളയിൽ മന്ത്രിമാരോട് അംഗങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പ്ലീസ് എന്ന അഭ്യർത്ഥനയുമായി സ്പീക്കറുടെ ഇടപെടലും ഉൾപ്പെടുന്ന ബാല പാർലമെന്റിന് തൃക്കരിപ്പൂർ ആയിറ്റിയിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ബാലസഭയുടെ നേതൃത്വത്തിലാണ് 2 ദിവസങ്ങളിലായി ജില്ലാ പാർലമെന്റ് നടന്നുവരുന്നത്. ബാലസഭ സംസ്ഥാന റിസോഴ്സ് പേഴ്സൺ വിജയകുമാർ പനയാൽ, പരിശീലകൻ P മുരളീധരൻ എന്നിവരാണ് തൃക്കരിപ്പൂർ ആയിറ്റിയിൽ തുടക്കമിട്ട ബാല പാർലമെന്റിനെ നയിക്കുന്നത്. സാമൂഹ്യനീതി, ശിശുക്ഷേമം, പരിസ്ഥിതി സംരക്ഷണം, കലാകായിക സാംസ്കാരിക വിഷയങ്ങളിലെല്ലാം അംഗങ്ങൾ ബാല പാർലമെന്റിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചു. മന്ത്രിമാർ മറുപടി നൽകി. 1-ാം ദിവസം ഭരണഘടന, പാർലമെന്റ്, ചരിത്രം, പ്രാധാന്യം, നടപടിക്രമങ്ങൾ, 1 മണിക്കൂർ ലഘുവിവരണം എന്നിവ നടന്നു. ആയിറ്റി കടവ് റിസോർട്ടിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് ബാല പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ കിഷോർ കുമാർ അധ്യക്ഷത വഹിച്ചു. തൃക്കരിപ്പൂർ CDS അധ്യക്ഷ M മാലതി, ജില്ലാ മിഷൻ മുൻ കോർഡിനേറ്റർ ഡോക്ടർ MK രാജശേഖരൻ, കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ S മനു, ബ്ലോക്ക് കോർഡിനേറ്റർ PP അഖിൽ, ജില്ലാ പ്രോഗ്രാം മാനേജർ P രത്നേഷ്, ബ്ലോക്ക് കോർഡിനേറ്റർ KR കാവ്യ എന്നിവർ സംസാരിച്ചു. ആദ്യ ദിനം ആനന്ദ് പേക്കടം മഞ്ഞുരുകിത്തീരലിൽ പുള്ളറും മാഷും അവതരിപ്പിച്ചു. നാടക നടൻ വിനോദ് ആലന്തട്ടയുടെ നേതൃത്വത്തിൽ കലാ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിച്ചു. ഉറുമിസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. UDF പ്രചരണത്തിനായി തിരഞ്ഞെടുപ്പ് ഗാനം ആലപിച്ച് ശ്രദ്ധേയയായ ഒരു സ്ഥാനാർത്ഥിയെ ഇനി പരിചയപ്പെടാം. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉപ്പള ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഫാത്തിമത്ത് സുഹറയാണ് ഈ വേറിട്ട സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പ് ഗാനം വൈറലായതോടെ നാട്ടിലെ താരമാണ് ഫാത്തിമത്ത് സുഹറ. നേരത്തെ ജനപ്രതിനിധിയായിരുന്ന സമയത്ത് നടത്തിയ വിവിധ വികസന പ്രവർത്തനങ്ങളിലൂടെ നാടിന്റെ ജനകീയ മുഖമായ ഫാത്തിമത്ത് സുഹറ ഇത്തവണ മികച്ച ഭൂരിപക്ഷം നേടി വിജയിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പ് പ്രചരണ ഗാനം ആലപിച്ചതും ഒരാൾ. ഈ സവിശേഷതയിലൂടെ കാസർഗോട്ടെ സ്ഥാനാർത്ഥികൾക്കിടയിൽ ശ്രദ്ധേയയാണ് ഫാത്തിമത്ത് സുഹറ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഉപ്പള ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഫാത്തിമത്ത് സുഹറ UDFന്റെ വിജയസാധ്യതാ ലിസ്റ്റിലുള്ള പ്രധാന സ്ഥാനാർത്ഥി കൂടിയാണ്. UDFനായി ആലപിച്ച തെരഞ്ഞെടുപ്പ് ഗാനം വൈറലായതോടെ നാട്ടിലെ താരമാണ് ഫാത്തിമത്ത് സുഹറ.
നേരത്തെ പൈവളികെ ഡിവിഷനിൽ നിന്നും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച് കരുത്തു തെളിയിച്ച ജനകീയ നേതാവ് കൂടിയാണ് ഫാത്തിമത്ത് സുഹറ. കഴിഞ്ഞ 5 വർഷം കാഴ്ചവെച്ച വികസനം മുൻനിർത്തിയാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വീടുകളിൽ കയറിയിറങ്ങിയും യോഗങ്ങളിൽ പങ്കെടുത്തുമെല്ലാം ഫാത്തിമത്ത് സുഹറ വോട്ടുറപ്പിക്കുന്നു. ലഭിക്കുന്ന വേദികളിൽ തൻ്റെ വൈറൽ തെരഞ്ഞെടുപ്പ് ഗാനവും ആലപിക്കും. എല്ലാവരും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നും ഫാത്തിമത്ത് സുഹറ പറയുന്നു. ഞാൻ ഫാത്തിമത്ത് സുഹറ, മംഗൽപാടി പഞ്ചായത്തിലെ ഉപ്പള 11ാം ഡിവിഷനിൽ നിന്നും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ഈ രംഗത്തുണ്ട്. 5 വർഷം പൈവളിക്ക പഞ്ചായത്തിലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ ചെയർപേഴ്സണായിരുന്നു. പിന്നെ 2ാമത് ബ്ലോക്ക് പഞ്ചായത്തിലെ ഇച്ചിലങ്കോട് ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന നിലവിലെ ബ്ലോക്ക് മെമ്പറാണ്. ഇപ്പോൾ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം വൻ ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി നാട്ടുകാരായ എല്ലാവരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറച്ച വിശ്വാസമാണ് നമ്മൾ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ നമ്മൾ വിജയിച്ചു വരും. കലാകാരിയും ഒപ്പം ജനകീയ മുഖവുമായ ഫാത്തിമത്ത് സുഹറ സ്ഥാനാർത്ഥിയായത് UDF ക്യാമ്പിന് ആവേശം നൽകുന്നതാണ്. മികച്ച പ്രചരണ പ്രവർത്തനങ്ങളുമായി നേതാക്കളും പ്രവർത്തകരുമെല്ലാം സ്ഥാനാർത്ഥിയോടൊപ്പം വോട്ടഭ്യർത്ഥിക്കുവാൻ രംഗത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസമടുത്തതോടെ വലിയ പ്രചരണ ആവേശമാണ് ഉപ്പള ഡിവിഷനിൽ നിറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ചെറുവത്തൂർ ഡിവിഷൻ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി VM സാന്ദ്രയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പര്യടന പരിപാടിക്ക് ഒതിനൂർ സെൻട്രലിൽ തുടക്കമായി. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പര്യടനം ഉദ്ഘാടനം ചെയ്തു. UDF നടപ്പിലാക്കിയ പല പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും തങ്ങളുടേതാണെന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മുഞ്ഞിന്റെ സ്വഭാവത്തിലാണ് ഇടതുപക്ഷം പെരുമാറുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP പറഞ്ഞു. നമുക്ക് പഞ്ചായത്ത് ഭരണമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ പല കാര്യങ്ങളും ശ്രീ അസ്ലം ചെയ്തത് അവരാണ് ചെയ്തതെന്നാണ് പറയുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്നൊരു കഥാപാത്രമാണ്. നാട്ടിൽ ഏത് സ്ത്രീക്ക് ഗർഭം ഉണ്ടായാലും മമ്മൂഞ്ഞ് പറയും ഞമ്മൻ്റെതാണ്. അവസാനം മമ്മൂഞ്ഞ് ചായക്കടയിൽ കായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അറിഞ്ഞത് മനക്കല പാർവതിക്ക് ഗർഭം. പെട്ടെന്ന് മമ്മൂഞ്ഞ് പറഞ്ഞു അത് ഞമ്മൻ്റെതാണ്. ആരോ അവിടുന്ന് പറഞ്ഞു വിടൂ വിട്ടി, മനക്കല പാർവതി ഒരു പിടിയാനയാണ്. ഉദിനൂർ സെൻട്രലിൽ നടന്ന ചടങ്ങിൽ UC മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. TKC മുഹമ്മദ് അലി ഹാജി, PV മുഹമ്മദ് അസ്ലം, MC കമറുദ്ദീൻ, KP പ്രകാശൻ, TCA റഹ്മാൻ, KV ജതീന്ദ്രൻ, PKC റൌഫ് ഹാജി, BCA റഹ്മാൻ, M സപൂറ, TP മുത്തലിബ്, സലീൽ പടന്ന, PV അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. പടന്ന പഞ്ചായത്തിലെ 15 കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി പടന്ന മൂസ ഹാജി മുക്കിൽ സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. സൂറത്കൽ ബണ്ടർ ഭവനിൽ സൗജന്യ പ്രകൃതി ചികിത്സാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഹോമിയോപ്പതി ഫിസിഷ്യനും സൈക്കോളജി കൗൺസിലറുമായ ഡോക്ടർ ഗീത ശരത്ത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ് സൂറത്കൽ, MJF, മഹിളാ വേദികെ ബണ്ടര സംഘം സൂറത്കൽ, ആൽവ കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസ്, മൂടുബിദ്രി ആൽവാസ് ആനന്ദമയ ആരോഗ്യധാമ എന്നിവയുടെ സഹകരണത്തോടെയാണ് സൂറത്കൽ ബണ്ടര ഭവനിൽ സൗജന്യ പ്രകൃതി ചികിത്സാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹോമിയോപ്പതി ഫിസിഷ്യനും സൈക്കോളജി കൗൺസിലറുമായ ഡോക്ടർ ഗീത ശരത് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു.
ശ്രീമതി അധ്യക്ഷത വഹിച്ചു. മഹിളാവേദി ബണ്ടറ ഭവന സൂറത്കൽ പ്രസിഡന്റ് സരോജ ടി ഷെട്ടി, ലയൺസ് ക്ലബ്ബ് സൂറത്കൽ പ്രസിഡന്റ് ലയൺ ശശികല ഷെട്ടി, മൂടിബിദ്രിയിലെ ആൽവാസ് ആനന്ദമയ ആരോഗ്യധാമ മെഡിക്കൽ ഡയറക്ടറും ആൽവാസ് നാച്ചുറോപ്പതി കോളേജിലെ പ്രൊഫസറുമായ ഡോക്ടർ ദിനേശ് കർത്ത, ആൽവാസ് കോളേജ് ഓഫ് നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസറും മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ പ്രജ്ഞ പി ഷെട്ടി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ആൽവാസ് നാച്ചുറോപ്പതി മെഡിക്കൽ കോളേജിൽ നിന്നും 12ഓളം ഡോക്ടർമാരും വിദ്യാർത്ഥികളും ക്യാമ്പിൽ പങ്കെടുത്തു. ക്യാമ്പിൽ 62ഓളം രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകി. CSR പ്രവർത്തനങ്ങളുടെ ഭാഗമായി വരും മാസങ്ങളിൽ കർണാടകയിലുടനീളം ഇത്തരത്തിൽ 100 പ്രകൃതി ചികിത്സാ ക്യാമ്പുകൾ നടത്തുവാൻ ആൽവാസ് ആനന്ദമയ ആരോഗ്യധാമ പദ്ധതിയിടുന്നതായി സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നെല്ലിക്കട്ട PBM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ ഒളയത്തടുക്കയിലെ അസ്രി റീഹാബിലിറ്റേഷൻ സെന്ററിൽ സന്ദർശനം നടത്തി. വിദ്യാനഗർ പോലീസ് SI വിജയൻ മേലേത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ യഥാർത്ഥ പ്രതിസന്ധി ഘട്ടമാണിതെന്നും ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുന്നവരാണ് ഭൂമിയിലെ യഥാർത്ഥ പോരാളികളെന്നും SI വിജയൻ മേലത്ത് പറഞ്ഞു. നിഷ്കളങ്കരായ പറവകളാണ് ഇവരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കവിത ആലപിച്ചുകൊണ്ട് ഇവർക്ക് നൽകേണ്ട ജാഗ്രതാ സന്ദേശം അദ്ദേഹം കുട്ടികൾക്ക് കൈമാറി. അസ്രി സ്പെഷ്യൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പാലും ചീഫ് കോർഡിനേറ്ററുമായ അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ സ്വാഗത പ്രസംഗം നടത്തി. ഭിന്നശേഷിയുള്ളവർക്ക് കരുത്തു പകരേണ്ടത് വിദ്യാർത്ഥികളാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടികളിൽ സാമൂഹിക പ്രതിബദ്ധത വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യബോധത്തോടു കൂടിയാണ് PBM സ്കൂളിലെ പ്രിൻസിപ്പാൾ നിസാം ബോവിക്കാനത്തിൻ്റെ നേതൃത്വത്തിൽ 9ാം ക്ലാസ്സിലെയും +2 ക്ലാസ്സിലെയും വിദ്യാർത്ഥികളെ അസ്രി റീഹാബിലിറ്റേഷൻ സെന്ററിൽ സന്ദർശിക്കുവാനായി എത്തിച്ചത്. നിസാം ബോവിക്കാനം കുട്ടികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കേണ്ടത് ഇത്തരത്തിൽ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കഴിയുന്നവർക്കാണെന്ന് നിസാം ബോവിക്കാനം പറഞ്ഞു. സുന്ദരമായ ജീവിതത്തിൽ പുണ്യമുണ്ടാകണമെങ്കിൽ ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കണമെന്നും അവർക്ക് കരുത്ത് പകരണമെന്നും നിസാം ബോവിക്കാനം കുട്ടികളെ ബോധവൽക്കരണം ചെയ്ത് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. PTA പ്രസിഡന്റ് ഇബ്രാഹിം നെല്ലിക്കട്ട, ചാരിറ്റി കോർഡിനേറ്റർ പിങ്കലാക്ഷി ടീച്ചർ, ഹൗസ് കോർഡിനേറ്റർ സുജാത ടീച്ചർ, ഫർസാന ടീച്ചർ, സർഫീന ടീച്ചർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി നിർവഹിച്ച് ചികിത്സാ രംഗത്ത് മറ്റൊരു നാഴികക്കല്ല് പിന്നിട്ട് കാസർഗോഡ് കെയർവെൽ ആശുപത്രി. തലച്ചോറിലേക്ക് പകുതിയോളം രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി. ആശുപത്രിയിലെ ഹൃദയരോഗ വിദഗ്ധൻ KV പട്ടേലിന്റെ നേതൃത്വത്തിലാണ് രോഗിയിൽ ഈ ചികിത്സാരീതി വിജയകരമായി നടത്തിയത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി കെയർവെൽ ഹോസ്പിറ്റലിലെ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ KV പാട്ടീലിൻ്റെ നേതൃത്വത്തിൽ കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി വിജയകരമായി നിർവഹിച്ചു. തലച്ചോറിലേക്ക് പകുതിയോളം രക്തമെത്തിക്കുന്ന രക്തക്കുഴലുകളിലുണ്ടാകുന്ന ബ്ലോക്ക് നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്ന പ്രക്രിയയായ കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻഡിംഗ് വിജയകരമായാണ് ആശുപത്രിയിൽ നിർവഹിച്ചത്. രോഗിക്ക് തലയുടെ ഇടതുഭാഗത്ത് നിരന്തരം രൂക്ഷമായ തലവേദന അനുഭവപ്പെടുകയും മൈനർ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുകയും ചെയ്തിരുന്നു. CT സ്കാൻ പരിശോധനയിൽ തലയിലേക്കുള്ള രക്തയോട്ടത്തിൽ 80 മുതൽ 90% വരെ തടസ്സം നേരിട്ടതായി കണ്ടു. ഈ രോഗാവസ്ഥയെ തരണം ചെയ്യുന്നതിനുള്ള നൂതന ചികിത്സാ രീതിയാണ് കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റി. കരോട്ടിഡ് ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയമാകാതിരിക്കുന്ന രോഗികളിൽ സാധാരണയായി പരിപൂർണമായ സ്ട്രോക്ക് വരാനും ജീവന് തന്നെ അപകടം സംഭവിക്കുവാനുമുള്ള സാധ്യതയുമുണ്ട്. ഈ ചികിത്സാരീതി അവലംബിക്കുമ്പോൾ ചിലപ്പോൾ ഇത്തരം ക്ലോട്ടുകൾ തലച്ചോറിലേക്ക് വ്യാപിക്കാനും അതോടൊപ്പം കാൽസ്യം കണികകൾ തലച്ചോറിലെത്തി ജീവഹാനി വരെ സംഭവിക്കാവുന്നതുമാണ്. ഇത് തരണം ചെയ്യാൻ പ്രത്യേകതരം ഫിൽട്ടർ ഉപയോഗിച്ച് മുൻകരുതൽ നടപടി സ്വീകരിച്ചു. തുടർന്ന് ഇത്തരം രക്തക്കുഴലുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേകതരം സ്റ്റെന്റ് ഉപയോഗിച്ച് ബ്ലോക്ക് നീക്കം ചെയ്ത് രക്തയോട്ടം പുനഃസ്ഥാപിച്ചു. രോഗി ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാനാണെന്നും ആശുപത്രി അധികൃതരും ഡോക്ടർമാരും പറഞ്ഞു. ഞാൻ ഡോക്ടർ KV പാട്ടീൽ, കൺസൾട്ടൻറ്റ് ഇൻ്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ്, കെയർവെൽ ഹോസ്പിറ്റൽ, കാസർഗോഡ്. നമുക്ക് കാസർഗോഡ് ജില്ലയിൽ ഫസ്റ്റ് ടൈം കാരോട്ടിഡ് സ്റ്റെൻറ്റിംഗ് ഒരു പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. കാരോട്ടിഡ് സ്റ്റെൻറ്റിംഗ് പറഞ്ഞാൽ
കഴുത്തിലുള്ള ബ്രെയിനിലേക്ക് പോകുന്ന രക്തക്കോയിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ്. നമ്മുടെ ഒരു പേഷ്യൻറ്റ് നല്ല ടൈറ്റ് ചുരുക്ക് വന്നായിരുന്നു. ആ പേഷ്യൻറ്റ്ക്ക് നല്ല വലിയ സ്ട്രോക്ക് വരാൻ റിസ്ക് ഉണ്ട് ഈ ബ്ലോക്ക് ഉള്ളതുകൊണ്ട്. ഈ പ്രൊസീജിയർ നമ്മൾ ഫസ്റ്റ് ടൈം കാസർഗോഡ് ജില്ലയിൽ ചെയ്തതാണ്, കേർവൽ ഹോസ്പിറ്റലിൽ. ഈ പ്രൊസീജിയർ ചെയ്യുമ്പം നമ്മൾ രക്തക്കോയിൽ ഓപ്പൺ ചെയ്യുന്ന സമയം ചില ക്ലോട്ട്സ് ബ്രെയിനിലേക്ക് പോകാൻ കുറച്ച് റിസ്ക് ഉണ്ടാവും. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ സ്പെഷ്യൽ ടൈപ്പിന് ഫിൽറ്റർ വെച്ചിട്ട് ഈ പ്രൊസീജിയർ ചെയ്തതാണ്. ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ KV പാട്ടീൽ, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ MA മുഹമ്മദ് അഫ്സൽ, ഫിസിഷ്യൻ ഡോക്ടർ ജയദേവ കങ്കില, ഓപ്പറേഷൻസ് ഹെഡ് ഷഫാത്ത്, ജനറൽ മാനേജർ ഭാസ്കരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫൈസൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ABC ഷോറൂമിൽ വിട്ര സ്റ്റുഡിയോയും ക്യൂട്ടോൺ ലക്ഷൂറിയയും പ്രവർത്തനം ആരംഭിച്ചു. വിട്ര സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ABC ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർ മുഹമ്മദ് ജാബിറും ക്യൂട്ടോൺ ലക്ഷൂറിയയുടെ ഉദ്ഘാടനം ക്യൂട്ടോൺ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷെറി നൈനാനും നിർവഹിച്ചു. കൂടുതൽ മികവാർന്ന സേവനങ്ങളുമായി ABC സെയിൽസ് കോർപ്പറേഷൻ കാസർഗോഡ് ഷോറൂമിൽ വിട്ര സ്റ്റുഡിയോയും ക്യൂട്ടോൺ ലക്ഷൂറിയയും പ്രവർത്തനം ആരംഭിച്ചു. പ്രൗഢമായ ചടങ്ങിൽ വിട്ര സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം ABC ഗ്രൂപ്പ് ഫൗണ്ടർ ഡയറക്ടർ മുഹമ്മദ് ജാബിറും ക്യൂട്ടോൺ ലക്ഷൂറിയയുടെ ഉദ്ഘാടനം ക്യൂട്ടോൺ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷെറി നൈനാനും നിർവഹിച്ചു. ABC കാസർഗോഡിൽ ഇന്ന് 2 ഷോറൂമിന് ഇനോഗ്രേഷൻ ചെയ്യുകയുണ്ടായി. ഒന്ന് ടർക്കിഷ് ബ്രാൻഡായ വിട്രയെ പറ്റി പറയുകയാണെങ്കിൽ മോസ്റ്റ് ലക്ഷറി ബ്രാൻഡ്സ് ഇൻ ഇന്ത്യ. ഏകദേശം 125ഓളം കൺട്രിയിൽ പ്രസൻസ് ഉള്ള വിട്രയുടെ ഒരു അതിവിശാലമായ ഷോറൂമാണ് ഇന്ന് നമ്മൾ കാസർഗോഡ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത്. അതിലേറ്റവും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമുക്കൊരു ലൈവ് എക്സ്പീരിയൻസ് ആണ്. കാരണം അതെന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോറൂമാണ്. ഏറ്റവും നല്ല ലേറ്റസ്റ്റ് അതിൻ്റെ ഓട്ടോമാറ്റിക് ക്ലോസറ്റ്സ്, അതുപോലെ സെൽഫ് ക്ലീനിങ് വാഷ് ബേസിൻസ്, അതുപോലെ റെയിൻ ഷവേഴ്സ്, അങ്ങനെ എല്ലാ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ബെസ്റ്റ് പ്രൊഡക്ട്സും ഇന്ന് വിട്രേൻ്റെ ഷോറൂമിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സെറാമിക് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ബെസ്റ്റ് ഇന്നോവേഷൻസ് കൊണ്ടുവരുന്ന ബ്രാൻഡായ ക്യൂട്ടോൺ ബ്രാൻഡിൻ്റെ ഒരു ഷോറൂമാണ് രണ്ടാമത്തെ ഷോറൂമിൽ ഇനോഗ്രേഷൻ ചെയ്തിട്ടുള്ളത്. ക്യൂട്ടോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യൻ സെറാമിക് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇന്നോവേഷൻസ്, അതായത് നമ്മളെ ബിഗ് സ്ലാബ്സ്, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻഡസ്ട്രി ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് ക്യൂട്ടോണാണ്. അവർ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയിലുള്ള പ്രൊഡക്ട്സ്, അതുപോലെ പിന്നെ കുറേ ഡിഫറെൻറ്റ് സർഫേസസ്, ഡിഫറൻസ് പാറ്റേൺസ്, ഡിഫറൻസ് കളേഴ്സ് ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സ് നമ്മൾ ABC കാസർഗോഡ് ഷോറൂമിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞങ്ങളുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടൈൽ ഇൻഡസ്ട്രിയിലെ ടെക്നോളജി ആണെങ്കിലും ഡിസൈൻസിലാണെന്നുണ്ടെങ്കിലും സൈസസിനാണെങ്കിലും ജാബിക ഇവിടെ സൂചിപ്പിച്ച പോലെ ഓരോ പുതിയ സൈസസും സർഫസിലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് ടൈൽ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു പോളിഷ് ടൈൽസ് അല്ലെങ്കിൽ മാറ്റ് ടൈൽസ് മാത്രമായിരുന്നു. ഇപ്പോൾ നമുക്ക് ഒരുപാട് സർഫസസിൽ പല രീതിയിലുള്ള സർഫസ്, പല ആപ്ലിക്കേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്യൂറബിലിറ്റി കൂടുതലുള്ള അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ടൈൽസ് വെറൈറ്റി പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ക്യൂട്ടോൺ സെറാമിക്സ്. മറ്റാർക്കും നൽകുവാനാകാത്ത ക്വാളിറ്റിയും കളക്ഷനുമാണ് കാസർഗോഡ് ABCയുടെ സവിശേഷത. ടൈൽസുകൾ, സാനിറ്ററി വെയർ, കിച്ചൺ സാമഗ്രികൾ എന്നിവയുടെ കലവറ എന്ന് തന്നെ ABCയെ വിശേഷിപ്പിക്കാം. ഈ ഉൽപ്പന്നങ്ങളുടെ അത്രയേറെ കളക്ഷനുകളാണ് ABCയിലുള്ളത്. ഫ്രഷ് സ്റ്റോക്ക് ആൻഡ് ന്യൂ ഡിസൈൻ, പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ, ബൾക്ക് സ്റ്റോക്ക് എന്നിവയും ABCയുടെ സവിശേഷതയാണ്. ടൈൽസ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ രംഗത്തെ കാസർഗോട്ടെ ഏറ്റവും വലിയ ഷോറൂമാണ് ABC. 25,000 ചതുരശ്ര അടി ഡിസ്പ്ലേ ഏരിയയാണ് കാസർഗോഡ് ABCയിലുള്ളത്. ഇത് ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുവാൻ സഹായകരമാകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മീഞ്ച പഞ്ചായത്തിലെ 17ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഫ്രീന മികച്ച വിജയപ്രതീക്ഷയിൽ. ജനങ്ങൾ നൽകുന്ന പിന്തുണയാണ് സഫ്രീനയുടെ ആത്മവിശ്വാസം.
നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പദ്ധതികളും നടപ്പിലാക്കുവാനുള്ള വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഓരോ വീടുകളിലും നേരിട്ടെത്തി അവതരിപ്പിച്ചാണ് സഫ്രീനയുടെ വോട്ടഭ്യർത്ഥന. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ തന്നെ തെരഞ്ഞെടുപ്പിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും സഫ്രീന പറയുന്നു. മീഞ്ച പഞ്ചായത്തിലെ 17-ാം വാർഡിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഫ്രീന കൂടി മത്സര രംഗത്തുള്ളതാണ് വാർഡിനെ ശ്രദ്ധേയമാക്കുന്നത്. ജനങ്ങൾ നൽകിയ പിന്തുണയോടെയാണ് സഫ്രീന സ്ഥാനാർത്ഥിയായത്. അതിനാൽ തന്നെ വാർഡ് മെമ്പറായാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിരിക്കും പ്രാധാന്യം നൽകുകയെന്ന് സഫ്രീന പറയുന്നു. നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള പദ്ധതികളും നടപ്പിലാക്കുവാനുള്ള വിവിധ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഓരോ വീടുകളിലും നേരിട്ടെത്തി അവതരിപ്പിച്ചാണ് സഫ്രീനയുടെ വോട്ടഭ്യർത്ഥന. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിൽ തന്റെ വിജയം സുനിശ്ചിതമാണെന്നും സഫ്രീന പറയുന്നു. ഞാൻ സഫ്രീന, മീഞ്ച ഗ്രാമപഞ്ചായത്തിലെ ഗാന്ധിനഗർ 17-ാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നു. മുമ്പ് മത്സരിച്ച മാമ റസാഖിൻ്റെ പിന്തുണയായിട്ട് ഞാൻ മത്സരിക്കുന്നു. ഇപ്പോൾ 4 റൗണ്ട് ഞാൻ വീടായിരുന്നു. ഞാൻ 4 റൗണ്ട് പോയി. എല്ലാ വീട്ടിലും എല്ലാവരും പറഞ്ഞു, നിങ്ങൾ വോട്ട് ചോദിച്ചു വരേണ്ട, നിങ്ങൾക്ക് തന്നെയാണ് വോട്ടെന്ന് എല്ലാവരും പറയുന്നു. ഞാൻ ഈ വാർഡിൽ വിജയിച്ചിട്ട് വന്നാൽ ഞാൻ ഈ വാർഡിൽ എല്ലാ ആവശ്യത്തിനും ഞാൻ മുമ്പിലുണ്ടാവും. എല്ലാ കാര്യത്തിനും ഞാൻ മുമ്പിലുണ്ടാവും. റോഡ്, വെള്ളം, ലൈറ്റ്, വേറെ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ എല്ലാത്തിനും ഞാൻ മുമ്പിലുണ്ടാവും. സഫ്രീനയെക്കാളും ആവേശത്തോടെ നാട്ടുകാർ വോട്ടഭ്യർത്ഥനയുമായി രംഗത്തുണ്ട്. വിവിധ ഘട്ടങ്ങളിലായുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്നും മികച്ച ഭൂരിപക്ഷത്തോടെ സഫ്രീന വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നാട്ടുകാർ പറയുന്നു. എൻ്റെ പേര് അബ്ദുൾ റസാഖ്. ഞാൻ കഴിഞ്ഞ മീഞ്ച പഞ്ചായത്തിൻ്റെ 15-ാം വാർഡിൻ്റെ മെമ്പറാണ് കളിയൂർ. ഇന്നിപ്പോൾ വാർഡ് മാറിയിട്ട് 17-ാം വാർഡായിട്ടുണ്ട്. പേര് ഗാന്ധിനഗർ. ഇവിടെ ഏകദേശം 4 റൗണ്ട് ഫീൽഡ് നടത്തിയിട്ടുണ്ട്. 4 റൗണ്ട് ഫീൽഡിലും ജനങ്ങൾ നല്ലൊരു കമൻറ്റാണ് നമുക്ക് തരുന്നത്. നല്ലൊരു വികസനം കാഴ്ചവെച്ചതുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് തുടർ ഭരണം നിങ്ങൾക്ക് തന്നെ ഏൽപ്പിക്കാമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. തീർച്ചയായിട്ടും വിജയിക്കും. തിരഞ്ഞെടുപ്പിന് ദിവസമെടുത്തതോടെ സഫ്രീനയ്ക്കായുള്ള പ്രചരണം വാർഡിൽ ഊർജിതമാണ്. മറ്റ് സ്ഥാനാർത്ഥികളും പ്രചരണവുമായി രംഗത്തുള്ളതിനാൽ തന്നെ വാശിയേറിയ പ്രചരണമാണ് നടക്കുന്നത്. ഓരോ മുക്കിലും മൂലയിലും പ്രചരണം ശക്തമായതോടെ 17-ാം വാർഡിൽ വലിയ തിരഞ്ഞെടുപ്പ് ആവേശമാണ് നിറയുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. LDF അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് റാലി നടത്തി. മടിയനിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. LDF അജാനൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലി മടിയനിൽ വെച്ചാണ് നടന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. 5000-ഓളം ഏക്കർ സ്ഥലം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഏറ്റെടുക്കേണ്ടതിലേക്ക് 1 സെന്റ് സ്ഥലം പോലും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഏറ്റെടുത്തില്ല. വിവിധ സ്ഥലങ്ങളിൽ പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതൊക്കെ അരങ്ങേറി. അത് കണ്ട് ഭയപ്പെട്ട് അവർ പിന്മാറി. നമ്മളെല്ലാവരും കരുതിയത് 6 വരിപ്പാത കേരളത്തിന് അപ്രാപ്യമായ ഒന്നാണ് എന്നാണ്. 1-ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മാറി. പ്രക്ഷോഭകാരികളെയും പ്രതിഷേധക്കാരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ഒരു കാര്യം അതിൽ നിന്ന് മനസ്സിലായത്, സമരം നടത്തുന്നവരിൽ മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ നാഷണൽ ഹൈവേക്ക് സ്ഥലം വിട്ടുകൊടുക്കേണ്ടവരല്ല എന്നുള്ളതാണ്. ചില വർഗീയ സംഘടനകൾ നാട്ടിൽ ഒരു കാര്യവും നടക്കരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ളവർ, ജമാഅത്തെ ഇസ്ലാമി, RSS, അവരെ രഹസ്യമായും പരസ്യമായും പിന്തുണച്ചുകൊണ്ട് UDF, ഇവരെല്ലാമാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്ന് കണ്ടെത്തി. ഗംഗാധരൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷനായി. സത്യൻ മൊകേരി, ദിലീപ് മേടയിൽ, CP ബാബു, മാട്ടുമ്മൽ ഹസൻ ഹാജി, M ഷാജി, VV രമേശൻ, അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, M പൊക്ലൻ, KV കൃഷ്ണൻ, K സബീഷ്, VV തുളസി, മുലക്കണ്ടം പ്രഭാകരൻ, KK സോയ എന്നിവർ സംസാരിച്ചു. ശിവജി വെളിക്കോത്ത് സ്വാഗതം പറഞ്ഞു. LDF അജാനൂർ പഞ്ചായത്ത് പ്രകടന പത്രിക KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് സുഭാഷ് അറുകരയും സംഘവും അവതരിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
പാഴായിപ്പോയ 10 വർഷങ്ങൾക്ക് പ്രായശ്ചിത്തമായി അജാനൂർ പഞ്ചായത്തിൽ UDFനെ തിരിച്ചധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അജാനൂർ പഞ്ചായത്ത് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുതിപ്പ് 2025-30 അജാനൂർ പഞ്ചായത്ത് UDF പ്രകടന പത്രിക പുറത്തിറക്കി. പാഴായിപ്പോയ 10 വർഷങ്ങൾക്ക് പ്രായശ്ചിത്തമായി അജാനൂർ പഞ്ചായത്തിൽ UDFനെ തിരിച്ചധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അജാനൂർ പഞ്ചായത്ത് UDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2010-15 കേരളത്തിനാകെ മാതൃക സൃഷ്ടിച്ച PP നസീമ ടീച്ചർ, P ബാലകൃഷ്ണൻ നേതൃത്വം നൽകിയ UDF ഭരണസമിതി മികവിലെത്തിച്ച പഞ്ചായത്തിനെ പടുകുഴിയിലെത്തിച്ച ഭരണമാണ് ഇക്കഴിഞ്ഞ 2 ടേമിലായി LDFൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞുപോയതെന്നും UDF തുടങ്ങിവെച്ച മാവുങ്കാൽ ബസ് ബേ അതിനുശേഷം 1 ഇഞ്ച് അനങ്ങിയില്ലെന്നും മാവുങ്കാലിലെ കളിസ്ഥലം നവീകരിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു. വോട്ട് ചോദിക്കുന്ന പ്രക്രിയയിൽ പോലും അതിൻ്റെ കടലാസ് പോലും കൃത്യമായി സൂക്ഷിക്കാനോ അത് വേണ്ട വിധം പ്രവർത്തിക്കാനോ കഴിയാത്ത വിധം ഒരു എന്താ പറയേണ്ടത് ഒരു കൊണ്ട് CH പറഞ്ഞ വാക്കിൽ EGM തൊഴുത്ത് പോലെ ആയിട്ടുണ്ട് അജാനൂർ പഞ്ചായത്തിൽ ഇന്നത്തെ അവസ്ഥ. ടീച്ചറുടെ കാലത്താണ് മാവുങ്കാലിൽ ആദ്യമായി സ്റ്റേഡിയം മാവുങ്കാലിൽ അർദ്ധാശ്രമത്തിൽ നമ്മുടെ നിർമ്മിതി കേന്ദ്രത്തോട് ചേർന്നുകൊണ്ട് നിർമ്മിച്ചത്. ടീച്ചറുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് നിങ്ങൾ ഉദ്ഘാടനം നടന്നത്. ആ സ്റ്റേഡിയം ഇന്ന് വരെ ആ ഉള്ള അവസ്ഥയിൽ നിന്ന് തിരിച്ചു നീങ്ങിയിട്ടില്ല. ഇടതുപക്ഷത്തിന്റെ ഈ പ്രാവശ്യത്തെ അവരുടെ പ്രവർത്തന സംബന്ധിച്ച് അവർ പുറത്തിറക്കിയ ഒരു രേഖയുണ്ട്, നിങ്ങൾക്ക് കിട്ടിയത് കറിഞ്ഞുകൂടാ. ആ രേഖയിൽ ആദ്യത്തെ ഇനം മാവുങ്കാൽ ബസ് ബേ യാഥാർത്ഥ്യമാക്കിയത്. മാവുങ്കാൽ ബസ് ബേ ടീച്ചർ പ്രസിഡന്റായിട്ടുള്ള സമിതി അവിടെ ഭൂമി നിരപ്പാക്കി. അവിടെ ഉണ്ടായിരുന്ന ടാങ്ക് ഉണ്ടായിരുന്നു, പഴയ ഒരു വാട്ടർ ടാങ്ക്, മാനവനൊക്കെ അറിയാൻ തോന്നുന്നു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ബഷീർ വെള്ളിക്കോത്ത്, രക്ഷാധികാരി PV സുരേഷ്, ചെയർമാൻ മുബാറക്ക് ഹസൈനാർ ഹാജി, ജനറൽ കൺവീനർ എക്കാൽ കുഞ്ഞിരാമൻ, ട്രഷറർ CV തമ്പാൻ, വൈസ് ചെയർമാൻ ബഷീർ ചിത്താരി തുടങ്ങിയവർ സംബന്ധിച്ചു. കുതിപ്പ് 2025-30 അജാനൂർ പഞ്ചായത്ത് UDF പ്രകടന പത്രികയും പുറത്തിറക്കി. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പഞ്ചായത്താണ് അജാനൂരെന്നും പരിമിതമായ അധികാരങ്ങൾ മാത്രമുള്ള അവസ്ഥയിൽ നിന്നും സമ്പൂർണമായ പ്രാദേശിക ഭരണകൂടമായി ഗ്രാമപഞ്ചായത്തുകൾ മാറിയത് 1991-96 കാലത്തെ നരസിംഹറാവു ഗവൺമെൻറ്റും K കരുണാകരൻ സർക്കാരും നടപ്പിലാക്കിയ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമനിർമ്മാണാനന്തരം 1995 നടന്ന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഭരണസമിതി മുതലാണെന്നും ഇവർ പറഞ്ഞു. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മുഖ്യ രക്ഷാധികാരി ബഷീർ വെള്ളിക്കോത്ത്, രക്ഷാധികാരി PV സുരേഷ്, ചെയർമാൻ മുബാറക്ക് ഹസൈനാർ ഹാജി, ജനറൽ കൺവീനർ എക്കാൽ കുഞ്ഞിരാമൻ, ട്രഷറർ CV തമ്പാൻ, വൈസ് ചെയർമാൻ ബഷീർ ചിത്താരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നവീകരിച്ച മുക്കൂട് മുഹിയുദ്ദീൻ സെൻട്രൽ ജുമാ മസ്ജിദ് ഉദ്ഘാടന സമ്മേളനം ഡിസംബർ 8 വരെ നടക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. നവീകരിച്ച മുക്കൂട് മുഹിയുദ്ദീൻ സെൻട്രൽ ജുമാ മസ്ജിദ് ഉദ്ഘാടന സമ്മേളനം 1 മുതൽ 8 വരെ വിവിധ പരിപാടികളായി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 4:30 നവീകരിച്ച മുഹിയുദ്ദീൻ സെൻട്രൽ ജുമാ മസ്ജിദിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. സിംസാറുൽ ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തി. ഞായറാഴ്ച 6:30 ഹസനിയ ദഫ് സംഘം സിയാറത്തുങ്കര സംഘടിപ്പിക്കുന്ന ദഫ്മുട്ട് നടക്കും. തുടർന്ന് കുറ്റമ്പാറ അബ്ദുൾ റഹ്മാൻ ദാരിമി മുഖ്യ പ്രഭാഷണം നടത്തും. സമാപന ദിവസമായ തിങ്കളാഴ്ച 8 6:30 ഗസാലി അക്കാദമി വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ബുർദ മജ്ലിസ് നടക്കും. മുനീർ ഹുദവി വിളയിൽ മുഖ്യ പ്രഭാഷണം നടത്തും. തുടർന്ന് സ്വലാത്ത് മജ്ലിസും കൂട്ടുപ്രാർത്ഥനയും നടക്കും. നേതൃത്വം നൽകി ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം പ്രഗത്ഭ പ്രാസംഗികൻ ബഹുമാനപ്പെട്ട സിൻസാറുൽ ഹക്ക് ഹുദവി മുഖ്യ പ്രഭാഷണം നടത്തുന്നു. തുടർന്ന് രാത്രി 9 മണിക്ക് ബഹുമാനപ്പെട്ട പ്രഗത്ഭ പ്രാസംഗികനായ ഓണംപള്ളി അഡ്വക്കേറ്റ് ഓണംപള്ളി
മുഹമ്മദ് ഫൈസി മതപ്രഭാഷണം നടത്തുകയാണ്. തുടർന്നുള്ള രാത്രികളിൽ ബഹുമാനപ്പെട്ട കുട്ടമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി, അതുപോലെ തന്നെ മുനീർ ഉദവി കളെ തുടങ്ങിയ പ്രഗത്ഭരായ വാഗ്മികൾ പങ്കെടുക്കുന്ന മതപ്രഭാഷണവും മുഹമ്മദ് കുഞ്ഞി മുളഹരി ആമുഖ പ്രഭാഷണം നടത്തും. സ്വലാത്ത് മജ്ലിസും കൂട്ട് പ്രാർത്ഥനയ്ക്കും സയ്യിദ് ജാഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ നേതൃത്വം നൽകും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സെൻട്രൽ ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് യൂസുഫ് ഹാജി തായൽ, സെക്രട്ടറി MMK കുഞ്ഞഹമ്മദ്, ട്രഷറർ CM ഗഫൂർ ഹാജി, UAE കമ്മിറ്റി സെക്രട്ടറി മുനീർ ബെങ്ങച്ചേരി, ട്രഷറർ ഷഫീഖ് കുന്നോത്ത്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ മാളികയിൽ ഷാഫി മുക്കോട്, മീഡിയ കൺവീനർ ആബിദ് മുക്കോട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നുവെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സർക്കാരിന് ഒന്നും മറച്ചുവെക്കാൻ ഇല്ലെങ്കിൽ ED അന്വേഷണത്തെ എതിർക്കുന്നത് എന്തിനെന്ന് വ്യക്തമാക്കണമെന്നും MT രമേശ്. കാസർഗോഡ് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട് കാർ മോഷ്ടിച്ച കേസിൽ ഉടമയുടെ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ റിമാൻഡിൽ. പ്രതികൾ പിടിയിലായത് പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ. കാഞ്ഞങ്ങാട് കൂളിയങ്കാൽ കവ്വായിൽ UDF കുടുംബ പ്രചരണ സദസ്സ് നടന്നു. തെരഞ്ഞെടുപ്പിൽ പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ജനരോഷം പ്രതിഫലിക്കുമെന്ന് ധന്യ സുരേഷ്. മധൂരിൽ 50 യുവാക്കൾ CPIM-ൽ ചേർന്നു. ഒളയത്തടുക്കയിൽ നടന്ന LDF മധൂർ പഞ്ചായത്ത് റാലിയിൽ ഇവരെ ഷോളണിയിച്ച് സ്വീകരിച്ചു. ബാല പാർലമെന്റിന് തൃക്കരിപ്പൂർ IIT-യിൽ തുടക്കമായി. കാസർഗോഡ് ജില്ലാ കുടുംബശ്രീ മിഷൻ ബാലസഭയുടെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് ജില്ലാ പാർലമെന്റ് നടക്കുന്നത്. UDF പ്രചരണത്തിനായി തെരഞ്ഞെടുപ്പ് ഗാനം ആലപിച്ച് ശ്രദ്ധേയയായി സ്ഥാനാർത്ഥി. ഉപ്പള ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന ഫാത്തിമത്ത് സുഹറയാണ് ഈ വൈറൽ സ്ഥാനാർത്ഥി. ടാർവേപ്പയിൽ കുടുങ്ങി മരണത്തോട് മല്ലിടുകയായിരുന്ന പട്ടിക്കുട്ടികൾക്ക് രക്ഷകരായി കാസർഗോഡ് അഗ്നിരക്ഷാസേന. മാവിക്കട്ട റോഡിലെ ചൂരിപ്പള്ളിയിലായിരുന്നു സംഭവം. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.